അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത്ര നാളിട്ടൊരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടല്ല ഇന്ന് ഞാൻ വന്നേക്കണത്. ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കണത്. അപ്പം ആദ്യമായിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കർണാടകയിലെ അയ്യനഹള്ളി എന്നുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം 800-900 കിലോമീറ്റർ അടുത്തുണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. നമ്മൾ ഈ വണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ വന്നേക്കുന്നത്. നമ്മളിപ്പം മിനിഞ്ഞാന്ന് രാത്രി ഒരു 11-11:30 നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഇവിടം വരെ എത്തിയപ്പോൾ നിലവിൽ. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വ്ളോഗ് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കിങ്ങനെ ഈ ഒരു ഇത്ര നല്ലൊരു യാത്ര വന്നപ്പോൾ ഇത് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വ്ളോഗ് ചെയ്യണം. അപ്പം ഇത് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്. ഇവിടെ നല്ല കാറ്റാണ് ഒന്നാമത്തെ കാര്യം. നല്ല രീതിയിൽ കാറ്റുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ മൊബൈലിലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം മോശമായിരിക്കും. പിന്നെ ആദ്യത്തെ വ്ളോഗായതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാം. ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റുള്ള ഏരിയ ആണ്, നല്ല തണുപ്പുള്ള ഏരിയ ആണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ബനിയൻ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ കുറച്ച് ടിപ്പ് എടുത്തിട്ടുണ്ട്. വന്ന വഴിക്ക് കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയൊരു കൃഷി പോലത്തെ സെറ്റപ്പാണിത്. നമുക്ക് കണ്ടറിയാം നല്ല കാറ്റാണ് ഇവിടെ. അത് നമ്മൾ ഈ ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റുള്ളൊരു ഏരിയ ആണിത്. അങ്ങോട്ടേക്ക് കണ്ട അവിടെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് യൂസും കാര്യങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഒരു ക്യാമറ അത്ര നല്ല ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. പിന്നെ അതാ കിടക്കുന്നതാണ് എൻ്റെ വണ്ടി. എല്ലാവർക്കും ഒരുപാട് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ടോയ്ലറ്റാണ് ഈ കാണുന്നത്. നല്ല കാറ്റുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കണത് ക്ലിയർ ആവേണ്ടത് അറിയില്ല. പിന്നെ അത് ആ കാണുന്ന മലയാണ്. അത് അത്യാവശ്യം നല്ലൊരു വലിയ മലയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു ക്യാമറ കാണുന്നതുകൊണ്ട് അത് അത്ര വലിയതായിട്ട് തോന്നുന്നില്ല. വൈകാതെ തന്നെ നമ്മൾ GoPro ഒക്കെ എടുത്ത് നല്ലൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഈ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസമുണ്ട്. അപ്പം വലിയ ഒരുപാട് ഓവറായിട്ട് പറഞ്ഞ് ഞാൻ ബോറാക്കണില്ല. കാരണം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഏകദേശം ഒരു 900 കിലോമീറ്റർ അടുത്ത് യാത്ര ചെയ്യാനുണ്ട്. അപ്പം എങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. അതിൽ ഇതിപ്പോൾ ആദ്യത്തെ വ്ളോഗായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് സംസാരിക്കണതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ക്യാമറ പിടിച്ച രീതിയിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റിൽ പറയുക. കാരണം എന്നാലാണ് എനിക്കതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ സ്ഥലം കണ്ട ഇത് നല്ല രസമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇത് ഉള്ളൊരു കൃഷിയാണ്, എന്തോ ഒരു കൃഷിയാണ്. ഇത് എന്താണെന്ന് എനിക്കൊരു പിടിയിട്ടുള്ള. പക്ഷേ ഇതറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്തിട്ടാണ് എന്ത് കൃഷിയാണെന്നുള്ളൊരു പിടി കിട്ടുള്ളതാണ്. ഇവിടെ ഞാനിപ്പോൾ ഞാനിവിടെ നോക്കിയെടുക്കുമ്പോൾ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ലോറിക്കാരൊക്കെ നമ്മളെ തന്നെയാണ് നോക്കുന്നത്. അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നതൊക്കെ നമ്മളെ തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററാണ് ഇവിടുന്ന് ഹംപിയിലേക്കുള്ളത്. ഇവിടുത്തെ ഒരു 100 കിലോമീറ്ററാണ് ഹംപിയിലേക്കുള്ളത്. തിരിച്ച് കേരളത്തിലേക്ക് പോകാനാണെങ്കിൽ ഏകദേശം ഒരു 1000-something കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യണം. ഇനി മൊത്തത്തിൽ ഒരു 2000 കിലോമീറ്റർ അടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണം. 7 ദിവസത്തെ യാത്രയാണ്. ഇന്നിപ്പം 2.5 ദിവസമായി. ഇനി നമ്മൾ നമ്മുടെ മഹാരാഷ്ട്രയിൽ ചെന്നിട്ട് അവിടുത്തെ ഫ്രൂട്ട്സാണ് നമുക്ക് കളക്ട് ചെയ്യാറുള്ളത്. അതാണ് ആ കാണുന്ന വണ്ടിയിലാണ് ഞാൻ വന്നേക്കുന്നത്. ആ കിടക്കുന്ന വണ്ടിയാണ്. അപ്പം ഇത് നമ്മുടെ ഡ്രൈവറുണ്ട്. ഞാൻ പുള്ളിയെടുത്ത് ഒരു 5 മിനിറ്റ് ഞാൻ ചെറിയൊരു വ്ളോഗ് എടുത്തിട്ട് വരാത്തവരുണ്ടാണ് ഇങ്ങനെ ഇറങ്ങിയാൽ. അതൊക്കെ കണ്ട നല്ല വലിയ വലിയ മലകളാണ് ആ കാണുന്നത്. അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം മലകളുടെ വലിപ്പം. പിന്നെ എനിക്ക് ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാറ്റുള്ളതുകൊണ്ട് തന്നെ കാറ്റും നല്ല തണുപ്പുള്ള ഏരിയ ആണ്. അത്യാവശ്യം ഉയരം കൂടിയൊരു ഏരിയ ആണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ബ്രീത്തിങ് അത്ര സെറ്റല്ല. ഞാൻ എന്താ പറയുക എനിക്കറിയാം സംസാരിക്കാൻ അറിയാൻ പാടില്ല ഒത്തിരി. അതാണ് മെയിൻ പ്രശ്നം.
അപ്പോൾ എല്ലാവരും കൂടെ കൂടുക. ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തത് വേറെ ഒന്നുമല്ല, എനിക്ക് മടിയിട്ടാണ്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ കുറച്ച് അപ്പുറത്തേക്ക് എത്തുമ്പോൾ എൻ്റെ മടിയൊക്കെ മാറി ആ ഒരു നാണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഫേസ് കാണിക്കും. അത് കണ്ട കാറ്റടി യന്ത്രമാണ് കാണുന്നത്. ഇവിടെ ഇതിപ്പോൾ ഇത് 3 നാളിനുള്ളൂ. പക്ഷേ വരുന്ന വഴിക്കൊരു നല്ല രീതിക്ക് തന്നെ പറ്റിയൊരു എന്താ പറയുക, ഒരു 10-300ഓളം കാറ്റടി യന്ത്രം ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ 1-2 ചെറിയ ചെറിയ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ക്ലിപ്പ് കിട്ടിയതൊക്കെ ഞാൻ കണ്ട്. പിന്നെ വന്ന വണ്ടി അതായതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറേ ഷെയ്ക്കായി പോയിട്ട് കുറേ വീഡിയോ. എന്നാലും മാക്സിമം ഞാൻ സ്റ്റേബിളായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് യാത്രകളിൽ പോകാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുക. എന്താ പറയുക, യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമാണ് യാത്ര ചെയ്യാന്നുള്ളത്. ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണുക, നേരിട്ട് കാണുക, അത് ഇതുപോലെ വീഡിയോ ഒക്കെ പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുക. അതൊക്കെയാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നല്ല ഹാപ്പിയിലാണ് ഉള്ളത്. കാരണം ഇത്ര നല്ലൊരു പ്രദേശം, കാരണം ആരും ശല്യത്തിലില്ല, നമ്മൾ മാത്രം. അതായത് വലിയ കാര്യമായിട്ട് അടുത്ത് വീടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശല്യത്തിലുള്ള ആൾക്കാരും ആരുമില്ല, ഒരു പ്രശ്നവുമില്ല. സമാധാനമായിട്ട് നമുക്ക് ഇവിടെ എങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം. ഈ കാണുന്ന റോഡിൽ കൂടെ നമുക്ക് മുംബൈയിലെത്താൻ പറ്റും. അതായത് അങ്ങോട്ടൊക്കെ വരുന്നത്, അതായത് നേരെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ മുംബൈയിലേക്കുള്ള റോഡാണ് ഇത്. ബാക്ക് ടു കേരളം, നേരെ കേരളത്തിലേക്ക് തിരിച്ചു പോവാം. എനിക്കറിയില്ല, ചിലപ്പോൾ തിരിച്ച് ഈ വഴിയാണ് പോകുന്നതെങ്കിൽ വേറെ ഞാൻ എടുക്കാത്ത കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ തിരിച്ച് ഈ വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആ വിഷ്വൽസ് എടുക്കാം. കാരണം ഞാൻ വന്ന വഴിക്ക് നല്ല കുറേ വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ആ ടൈമിലേക്ക് എടുക്കാൻ നല്ല കാറ്റുണ്ട്, നല്ല രീതിക്ക് കാറ്റുണ്ട്. ചെടിയൊക്കെ കണ്ടാൽ ഏകദേശം മനസ്സിലാവും. അതിൻ്റെ ഫോൺ ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ കാറ്റടിച്ചിട്ട് ഫോൺ കിടന്ന ആടനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കണ്ട നല്ല ഒരു ഗ്രൗണ്ട് ഏരിയ ആണ്, നല്ല രസമാണ്. ഇത് അങ്ങോട്ട് പ്ലെയിൻ ആയിട്ടൊരു ഏരിയ ആണ്. അങ്ങോട്ട് ഫുള്ള് പ്ലെയിൻ ആയിട്ട് അങ്ങോട്ട് അങ്ങ് അറ്റത്തായിട്ട് കുറേ മലകൾ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ കുറച്ച് കഴിയുമ്പം ഈ വീഡിയോ തന്നെ കുറച്ചുകൂടെ കാഴ്ചകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഞങ്ങൾക്ക് സമയപരിധി വളരെ കുറവാണ്. കാരണം ഇത്ര സമയത്തിനുള്ള ഞങ്ങൾക്ക് അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് ഫ്രൂട്ട്സ് കളക്ട് ചെയ്ത് തിരിച്ച് കൊണ്ടുപോയി എത്തിക്കണം. അതായത് കേരളത്തിലേക്ക് എത്തിക്കണം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പം ഞാനിപ്പോൾ വളരെ കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണത്. എൻ്റെ ഒരു ചെറിയ സന്തോഷം. ചിലപ്പം ഇത് എന്താ പറയുക, ഒരു ബോർ വ്ളോഗായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെ വ്ളോഗാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു പിടിയില്ല എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട്, ഈ വീഡിയോ കാണുന്ന ആളുകളുടെ ഒരു സപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് പിന്നെ അടുത്ത കുറച്ച് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാനും അത് കുറച്ച് യാത്രകൾ പോകാനും ഇവരുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം. അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് പയ്യെ പോട്ടെ. കാരണം പുള്ളി കുറച്ച് നേരം അവിടെ നോക്കി നിൽക്കണം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഓൾറെഡി സമയം കുറവാണ്. കാരണം പുള്ളിക്ക് വിളി വന്നു ഓൾറെഡി, നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാനുള്ള വിളി വന്നു ഓൾറെഡി. നമ്മളാണെങ്കിൽ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. കാരണം വരുന്ന വഴിക്ക് നമ്മൾ ഈ വന്നേക്കുന്ന ആളുടെ തന്നെ കമ്പനിയിലുള്ള വണ്ടി വരുന്നേക്ക് ബ്രേക്ക് ഡൗൺ ആയി കിടക്കണ്ടായി, നേരത്തെ പോയിട്ട് വരുന്ന വണ്ടി. അപ്പം അതെന്തോ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ശരിയാക്കിയിട്ടാണ് വന്നത്. പിന്നെ പോണ വഴിക്ക് വേറെ നല്ല വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കാണിക്കാം. ഇപ്പം സമയം ഏകദേശം രാവിലെ ഒരു 7:35 ആയിട്ടുണ്ട്. 7 കുറച്ചുകൂടെ മുന്നേ ആയിരുന്നു നല്ല അടിപൊളി വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് നിർത്താനൊക്കെ ഒരു സ്പോട്ട് ഉണ്ടായില്ല. കാരണം എല്ലായിടത്തും ഈ ഹൈവേ ആയതുകൊണ്ട് അങ്ങനെ നിർത്താൻ പറ്റില്ല. കാരണം വലിയൊരു ഹൈവേ ആണ്. ഇവിടുന്ന് ഒരു 10-70 കിലോമീറ്ററോളം ഹൈവേ ആണ്, മെയിൻ ഹൈവേ ആണ്. അപ്പോൾ നമുക്ക് നിർത്താനായിട്ടൊരു സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടപ്പോൾ പുള്ളി നിർത്തി തന്നിട്ട് ടൗണിലേക്ക് പോയിട്ട് വലിയ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാനൊരു വ്ളോഗ് എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി ആദ്യം ചിരിച്ചു തന്നെയാണ് വീട്. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ വ്ളോഗൊക്കെ എടുത്ത് തരാം ഈ ചാനലൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു ചാനലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-60 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലുണ്ട്. അത് ഗെയിമിംഗ് വീഡിയോ ആയിരുന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു വ്ളോഗ് ചെയ്യുകയെന്ന് പറഞ്ഞു. പുള്ളി ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു വിട്ടേക്കണാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇനി പോകുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര കഴിഞ്ഞ് ഏകദേശം ഒരു 700 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്.
മാക്സിമം നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ ബോറടിപ്പിക്കുന്നതല്ല, കൂടുതലും ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ബോറായി പോകും. അപ്പോൾ ഞാനെന്തായാലും ഇവിടുന്ന് പോട്ടെ, കാരണം പുള്ളി എനിക്ക് വേണ്ടിയുടെ വെയിറ്റിംഗ് ആണ്. ഇതാണ് നമ്മളെ പോകാനുള്ള റോഡ്. ഇതാണ് നല്ല റോഡാണ്. അതായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മോശം റോഡുകൾ, സോറി, നല്ല റോഡുകൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നല്ല റോഡുകളുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മനോഹരമായിട്ടുള്ള റോഡാണ്. വലിയ വാഹനങ്ങളും ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു സ്ഥലമാണിത്. ഞാനിപ്പോൾ അതാ ആ വീഡിയോ എടുക്കാനായിട്ട് അപ്പുറം പോയി അവിടെ നിന്നിട്ടാണ് ആ കാറ്റിൻ്റെ ആ ഒരു ഇത് കാണിക്കാനായിട്ടാണ് ചെടിയുടെ അങ്ങോട്ട് ഞാൻ പോയത്. അതെന്തൊരു വലിയൊരു കൃഷിയാണിത്. കണ്ട, നല്ല റോഡാണിത്. അവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്. ഒന്നും അറിയില്ലെങ്കിൽ വണ്ടി നമ്മളെ കൊണ്ട് പോകും. ഇതിന്റെ മേളിൽ എന്താണെന്ന് എനിക്കറിയില്ല. അതും കൂടി ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇവിടെ പോവാം. ഞാൻ ലോറിക്കാകാവും നിങ്ങളെ കാണിച്ചു തരാവും. ഇവിടെ കയറാനായിട്ടൊരു വഴിയില്ല. പോയി കയറാം. ഞാൻ ഈ സംസാരിക്കുന്നത് പകുതി നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, നല്ല കാറ്റാണ് ഇവിടെ. ഇവിടെ എന്തോ ഒരു കൃഷിയാണ്. ഇതെന്ത് കൃഷിയാണെന്നൊരു പിടിയില്ല. കേട്ടോ, നല്ല നല്ല രസമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. കാരണം നല്ല തണുപ്പും കാറ്റും, ഈ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ല, വലിയ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു സ്ഥലം കണ്ടോ നിങ്ങൾ? എങ്ങനെയുണ്ട്? ഞാൻ കിതച്ചുള്ളൂ. അത്ര ഈ തണുപ്പടിച്ച് നടക്കണതിൻ്റെയാണ് മെയിനായിട്ട്. തണുപ്പടിച്ച് ഇത്ര കാറ്റും ആകുമ്പോഴത്തേക്കും ഒക്കെ ഇത് കിതയ്ക്കും. അപ്പൊ നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും എൻ്റെ മുഖം കാണിക്കാം. പറ്റണ ഒരു ഇത് വരുമ്പോൾ ഞാൻ മുഖം കാണിക്കാം. ഞാൻ എന്തായാലും ജസ്റ്റ് ലോറിയുടെ അകം കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. കാരണം ഈ പുറക്കത്തിലാണ്. കാറ്റ് കാരണം മുടി നേടി ഇരിക്കൂല. എന്തായാലും നല്ല രീതിക്ക് കാറ്റുകൊണ്ട് നമ്മളെന്തോ ഒരു നേരം വെച്ചാൽ ഇരിക്കൂല. അവിടെ ഒരു ചേട്ടൻ നമ്മുടെ അടുത്തേക്ക് ഓടിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തേക്ക് കാണാന്നറിയില്ല. എല്ലാം തോന്നുന്നു വേറെ വഴിക്ക് എന്തോ പോണതാണ് ചേട്ടൻ. ഈ സ്ഥലം കൊള്ളാം, നല്ല രസമുണ്ട്. ഞാൻ കുറച്ചും കൂടി നടന്നത് കാണിക്കാൻ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ലോറിയിലൊക്കെ പോകുന്ന ചേട്ടൻ എന്താണ് ഇവര് കാണിക്കണമെന്നാണ് എല്ലാവരും നോക്കുന്നത്. ഇവിടെ കേട്ടോ, ഞാൻ അങ്ങോട്ട് കയറിയിട്ടേ നിങ്ങൾ അവിടുത്തെ സ്ഥലം കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് എന്താ പറയാ, പരന്ന പ്രദേശമാണ്. ഒരു പരന്ന പ്രദേശങ്ങളാണ്. നല്ല കാറ്റുള്ള ഏരിയ ആയിട്ട് തന്നെ കുറെ മറ്റേ വിൻമില്ല്, മറ്റേ കാറ്റാടി യന്ത്രം തക്കാളിയാണ് കാണുന്നത്. നല്ല ഫ്രഷ് തക്കാളി, പച്ച തക്കാളിയാണ്. പറിച്ചെണ്ണ പറിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇവിടുത്തെ ആൾക്കാർ തെറിയുന്നുണ്ട്. തക്കാളിയാണ്. തക്കാളിയാണ് രസമുണ്ട്. അടിപൊളി, നല്ല രസമുള്ള സ്ഥലമാണ്. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് വെണ്ടയ്ക്കാണ്. അവിടെ തക്കാളി പച്ചക്കറി ആട്ടോ. ഇത് അത് തക്കാളി ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. കാരണം ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പുതിയ ആളാണിത്. ചാനൽ വിജയിക്കുക അല്ലെങ്കിൽ ആവോ ഒന്നും എനിക്കറിയില്ല. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം വീഡിയോ ഷെയർ ആക്കി ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം. നമ്മുടെ ഈ വീട്ടിൽ തന്നെ അടച്ചു തീർത്തിട്ട് കാര്യമുണ്ട്. പുറത്തേക്ക് ഇറങ്ങി ഇവിടെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ഉപകാരമുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നവരുടെ ജീവിതങ്ങളെ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങുവാണെങ്കിൽ അടിപൊളിയായിരിക്കും.
ഞാനിപ്പോൾ ഇത്ര ഈ ഒരു മഹാരാഷ്ട്ര ഒരു ലോങ് ട്രിപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2000 കിലോമീറ്റർ അടുത്ത് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടുമാണ്. യാത്ര പോയിട്ടുണ്ട്, പക്ഷേ ഇത്ര ദൂരം പോയിട്ടില്ല. ഞാൻ നമ്മുടെ ഊട്ടി അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതലും പോയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തെന്തോ ചെടിയുണ്ട്, എനിക്കത് ചോളമാണെന്നാണ് തോന്നുന്നത്. ആ കാണുന്ന ചെടി കണ്ടോ, ആ ഒരു വീഴത്തൊരു പാട്ടയെടുത്തൊരു വീഴത്തൊരു സാധനമാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറമുള്ളത് ഇതുള്ള നല്ല രസമാണ്. തക്കാളി ചെടിയൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചവിട്ടി നശിപ്പിക്കേണ്ട ആൾ തന്നെ അതിൻ്റെ അകത്തേക്ക് കയറാതെ കേട്ടോ. പുറത്ത് കാണുന്ന നല്ല രസമാണ് കേട്ടോ. ഫുള്ള് വെണ്ടയ്ക്കാണ്. ഇവരൊക്കെ വെണ്ടയ്ക്ക പൂത്ത് വരുന്നേ ഉണ്ട്. ഞാനാണെങ്കിൽ ഈ വെണ്ടയ്ക്കയുടെ ചെടി ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഇത്ര ചെടിയല്ല, അങ്ങനെയല്ല, ഇത്രയും എന്താ പറയുക, ഈ ഒരു ഇവിടെ ഒരു പോവാൻ നടക്കാനൊരു വഴിയുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് വരും. പിന്നെ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നല്ല നല്ല കാറ്റാണ്, നല്ല രസമാണ്, നല്ല സമാധാനമുള്ളൊരു ഏരിയ ആണ്. അതാ ആൾക്കാരൊക്കെ എന്നെ തന്നെയാണ് നോക്കണത്. ഇവിടെ എന്ത് തേങ്ങയാണ് കാണിക്കുന്ന ആൾക്കാർ നോക്കണത്. കണ്ട നടക്കാനൊരു വഴിയുണ്ട്. കണ്ട വെണ്ടയ്ക്കാണ് കേട്ടോ. കണ്ട നല്ല ഫ്രഷ് വെണ്ടയ്ക്കാണ് ഈ കാണുന്നതൊക്കെ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് അവിടെയൊക്കെ മറ്റേ കാറ്റാടിയന്ത്രമൊക്കെ കുറേ ഉണ്ട്. ഞാൻ ക്ലോസ് ആയിട്ട് കുറെ കാറ്റാടിയന്ത്രം കാണാറുണ്ട് വണ്ടി വഴിക്കൊക്കെ. പക്ഷെ എനിക്ക് അവിടെ വണ്ടി ഇരുത്താൻ ഞങ്ങൾക്ക് അവിടെ ഒരു സ്പോട്ട് ഉണ്ടായില്ല. കണ്ടതാ വലിയ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാ വലിയ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ട ഞാൻ പറയണ ഈ വോയിസ് എനിക്ക് ക്ലിയർ ആവണമെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാനിപ്പോ പുള്ളി ഇപ്പൊ തന്നെ പോണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ചിലപ്പോ ഓർത്ത് പുള്ളി ഇപ്പൊ പോവായിരിക്കുന്ന. അവിടെ ചെന്നപ്പോ പുള്ളി ഉറക്കമാണ്. ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കരിമ്പാണ്. എനിക്ക് എന്ത് ചെടിയാണെന്ന് എനിക്ക് പിടിയിട്ടുള്ള. ഇതറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ. ഇത് കണ്ട എന്ത് ചെടിയാണെന്നെങ്കിലും. എന്തായാലും കൃഷിയാണിത്. അങ്ങാറ്റം തൊട്ടിട്ട് ഇതാ അങ്ങാറ്റം വരെയായിട്ട് കൃഷിയാണിത്. പക്ഷെ എന്ത് ചെടിയാണെന്ന് അറിയില്ല. ഇവിടെ 4-5 കൃഷി ഉണ്ട് ഇവിടെ. 4-5-6 കൂട്ടം കൃഷി ഉണ്ട് ഇവിടെ. ഇത് വേറെന്തോ കൃഷിയാണ്. നല്ല നല്ല മലകരകളൊക്കെ ഉണ്ടായിരുന്നു അടുത്തടുത്തായിട്ട്. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാറില്ല. ഇത് ഈ കാണുന്ന ചെടിയുടെ കുഞ്ഞു തൈകളാണ് കാണുന്നത്. കാണുമ്പോൾ മനസ്സിലാവും ഈ വലിയ വലിയ ചെടികളുടെ തൈകളാണ് ഈ നട്ടു വെച്ചേക്കുന്നത് ഫുള്ള്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി നടക്കേണ്ട, കാരണം ഒരു പ്രോപ്പർ വഴി അകത്തേക്ക് കയറാനായിട്ടില്ല. ഇവിടെ ഫുള്ള് ചെടി നട്ടു വെച്ചേക്കുന്നുണ്ട്. ആ കാണുന്ന റോഡ് വണ്ടി കാണാൻ പറ്റുമോ? ആ കിടക്കുന്നുണ്ട്. കിടക്കുന്നതാണ് വണ്ടി. എന്തായാലും പോട്ടെ, ഞാൻ വണ്ടിയിലേക്ക് പോയിട്ട് ഫ്രീ ആവുമ്പോ വണ്ടിയില് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഐറ്റംസും സാധനങ്ങളൊക്കെയാണ്. ഗ്യാസ് കുറ്റി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ്. എത്ര കാണിച്ചു തരാം. പോകുന്നതൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ടെങ്കിൽ അതും കാണിച്ചു തരാം. എന്തായാലും ഞാനെല്ലാം പറ്റുന്നത്രയും നല്ല നല്ല കാഴ്ചകളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കാരണം ആദ്യത്തെ വീഡിയോ ആണ്. സപ്പോർട്ടിനൊപ്പം തന്നെ ഒരുപാട് കളിയാക്കലും കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഞാനിത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ ഉള്ളവന്മാർ ചിലപ്പോൾ എൻ്റെ അടുത്ത് കയറി കയറ്റാൻ ചാൻസ് ഉണ്ട്. 90% ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, വളരെ സന്തോഷം. നമ്മൾ നോക്കിയില്ലേ പിന്നെ ആര് നോക്കാനാ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഈ ബാക്കി നമുക്ക് പോണ വഴിക്കുള്ള വീഡിയോസൊക്കെ ഇതിൽ തന്നെ ഒരൊറ്റ വീഡിയോ തന്നെ ഉൾപ്പെടുത്താം. വീഡിയോ ഒത്തിരി ലെങ്ത് ആക്കണ്ട. ഒത്തിരി ലെങ്ത് ആക്കി കഴിഞ്ഞാലേ ആൾക്കാർ പകുതി കാണാതെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ വരും. അത് വലിയ ലെങ്ത് ഇല്ലാത്ത വീഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ വണ്ടി. 17 മോട്ടോർ രജിസ്ട്രേഷനാണ്. ഇത് ഫുള്ള് കഴുകി വൃത്തിയാക്കി മിനുക്കി കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. ഇപ്പം മൊത്തം 2 ദിവസം കൊണ്ട് ഏകദേശം ചെളിയൊക്കെ പിടിച്ച് സീനാണ്.
വലിയ വലിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇത്. അപ്പം ഇവിടുന്ന് ഞങ്ങൾ പോവാണ്. ഇനിയിപ്പം അടുത്ത് എങ്ങോട്ടേക്കാന്ന് അറിയില്ല. മഹാരാഷ്ട്രയിലേക്ക് ഡയറക്റ്റ് എന്തായാലും പോകില്ല, എവിടെയൊക്കെ നിർത്തിയിട്ടേ പോകും. പോണ വഴിക്ക് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കാം, നല്ല നല്ല സ്ഥലങ്ങളെ കാണിച്ചു തരാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോട്ടെ, ഇവിടെ നിന്നുകൊണ്ട് ഇനി ഒത്തിരി വീഡിയോ ലെങ്ത് ആക്കാനുള്ളത്.